ഒരാൾ വെൽത്താണെങ്കിൽ ഒരാൾ വുമൺ. ഇപ്പോൾ വുമണിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വെൽത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പുറത്തും പറയാൻ ഒരുപാട് വരും. പരസ്പരം ചെറിയ കോരി അറിയാനായിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. എന്തായാലും ഇവിടെ വെച്ച് അവർ വെടി നിർത്തിയാൽ അവർക്ക് നല്ലത്, ഇല്ലെങ്കിൽ അവർക്കും SNDPക്കും NSSനും അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്തിന് അവരുടെ ഭാവി പ്രവർത്തനത്തിന് ദോഷകരമായി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ EMSൻ്റെ ഒരു പ്രത്യേകത, EMS എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിക്ക് അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമാവും. അതുപോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ വർത്തമാനത്തിലെ ഒരു ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ ഒരു അഴകാക്കി മാറ്റി ആരെയും കളിയാക്കാനും ഗോഷ്ടി കാണിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. അത്തരം പല സിദ്ധികൾ ഉള്ള ആളാണ്. ഗണേശനും മോശമല്ല. ഗണേശനും ഇല്ലാത്തതിൽ നിന്ന് ഒരു വിഷയമുണ്ടാക്കി ആളാകാനും, അതാണ് അദ്ദേഹം പറഞ്ഞ ഫ്യൂഡൽ മടം ചില സ്വഭാവങ്ങൾ, അഹങ്കാരത്തിന് കാല് വെച്ച പോലെ എന്നൊക്കെ പറയുന്നത്. അതിനുമുള്ള സാധ്യതകൾ അദ്ദേഹവും ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ കീരിയും ചെങ്കേരിയും കൂടെ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും എന്നുള്ള പോലെയാണ് നമുക്കിനി ഇത് കാണേണ്ടത്. ഇവിടെ വെച്ച് നിന്നാൽ രണ്ടുപേർക്കും നല്ലത്, ഇല്ലെങ്കിൽ സുകുമാർ അഴീക്കോട് നടത്തിയ പോര് പോലെ ചിലപ്പോൾ വീണ്ടും നീണ്ടു നിൽക്കുന്ന ഒരു പോരായി വന്നാൽ, സുകുമാർ അഴീക്കോടിൻ്റെ പ്രഭാവമല്ല ഗണേശനുള്ളതെന്നറിയാം, എന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോര് തുടങ്ങിയാൽ പിന്നെ ഇത് നിർത്താൻ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ബഹ്റിനിലിരിക്കുന്ന പിണറായി വിജയൻ ഇത് കേട്ട് എന്തെങ്കിലും ഒരു സ്വിച്ച് ഇടാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.